So we are in our next destination, അതായത് എമറാൾഡ് പൂൾ. ക്രാബി വന്നിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ വൻ നഷ്ടം. അതായത് ക്രാബിൽ മെയിനായിട്ട് എല്ലാവരും വന്നത് തന്നെ എമറാൾഡ് പൂളിലേക്കാണ്. ഒന്നും പറയണ്ട ഗൈസ്, അടിപൊളിയാണ്. ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ATV റൈഡെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ശരിക്കും 4:30 വരെ ഉള്ളു. രാവിലെ 8 മണി മുതൽ 4:30 വരെയാണ് ടൈമിങ്. ഇവിടെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരാൾക്ക് 400 ബാത്ത് ആണ്. അഡൽട്സിന് 400 ബാത്ത്, കിഡ്സിന് 200 ആണ്. നമ്മളത് അവർ ടിക്കറ്റ് ഒന്നും തരില്ല, നമ്മളവിടെ പൈസ കൊടുക്കുക, നേരെ അകത്തേക്ക് കയറുക. കയറി വരുമ്പോൾ തന്നെ അതൊക്കെ ഒരു പേര്. കയറി വരുമ്പോൾ തന്നെ ഈ ആ മോനെ ഇവിടുത്തെ വാട്ടർ നോക്കി ഭയങ്കര തെളിഞ്ഞ വെള്ളം എടുത്ത് കുടിക്കാൻ തോന്നും. അങ്ങനത്തെ അത്ര അധികം തെളിഞ്ഞ വെള്ളമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ഇങ്ങനെ പറയാം, ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തുടങ്ങാം അല്ലേ. ഓക്കെ, അത് കണ്ടില്ലേ, അതുവഴിയാണ് നമ്മൾ കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണത്. അയ്യോ എന്ത് വെള്ളം എന്നറിയോ, ട്രാൻസ്പെറന്റ് എടുത്ത് ഞാൻ പറഞ്ഞില്ല, എടുത്ത് കുടിക്കാൻ തോന്നും, അത്ര ക്ലാരിറ്റി. അവിടെ നിന്ന് അതുവഴിയൊക്കെ ഒഴുകി ഇങ്ങോട്ട് വന്നത്. ഇതാണ് എൻട്രൻസ്. വെൽക്കം ടു എമറാൾഡ് പൂൾ. യെസ്, അപ്പൊ നമുക്ക് അവിടെ നടക്കാം. ചാടും. അതാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഓക്കെ, നമുക്കപ്പോ നടക്കാം. 4:30 വരെ ടൈമുള്ളൂ. ഇപ്പൊ ഓൾറെഡി 2:45. ഓക്കെ, പിന്നെ വരുമ്പോ തന്നെ അവിടെ ഒരു ചെറിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. Emerald Pool map. Bah. Okay, come. Let's go. ക്രിസ്റ്റൽ പൂൾ, ബ്ലൂ പൂൾ, എമറാൾഡ് പൂൾ, ക്രിസ്റ്റൽ പൂൾ, 3 സെക്ഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങോട്ട് പോയാൽ എമറാൾഡ് പൂൾ. ഒരു 3-4 വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി. പോകുന്ന വഴികളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. വാ വാ, ഇവിടെ സോനു വാ, വരൂ. ആ മോനെ അടിപൊളി. ഇതിലേക്ക് നടന്നു വന്ന് റീൽസ് ഒക്കെ എടുക്കണം, സൂപ്പർ ആയിരിക്കും. വേണ്ട, കുഴപ്പമില്ലെന്ന്, വേണ്ട, പ്രശ്നമില്ല. നമുക്ക് നടക്കാം, സമയം കളയണ്ട. നമ്മളീ പോകുന്ന വഴിയൊക്കെ ഒരു ബ്രിഡ്ജ് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പോകുന്ന വഴിയൊക്കെ തന്നെ കണ്ടില്ലേ, നമ്മൾ റൈറ്റും ലെഫ്റ്റൊക്കെ നോക്കി കാണാം ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് എല്ലാം. നല്ല ക്ലാരിറ്റി വെള്ളം, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അതൊക്കെ ഒരു കാടിൻ്റെ ഉള്ളു പോലെയാണ് കാണാൻ. ആ കാടാണെന്ന് തോന്നുന്നത് അല്ലേ. എവിടെ വരൂ. അത് പിള്ളേർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി. സൈക്കിട്ട പിന്നെ പൊളിയല്ലേ, നല്ല രസം. നല്ല ചീവീടുകൾ കരയുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാം. ഇത് തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ, 1 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് നടക്കണം. അതെ, 1 കിലോമീറ്ററാണ് അവിടുന്ന് എമറാൾഡ് പൂളിലേക്ക് നടക്കാനുള്ളത്. ആ നടക്കുന്ന വഴി കംപ്ലീറ്റ് ഇതുപോലെ ഒരു ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തിട്ടങ്ങനെയാണ്. പോകുന്ന വഴിയൊക്കെ കാണാം 800 മീറ്റേഴ്സ്, 600 മീറ്റേഴ്സ് അങ്ങനെയൊക്കെ. 600 മീറ്റേഴ്സ് കാണാൻ അവിടെ എത്തിയിട്ടില്ല കേട്ടോ, അല്ല പറഞ്ഞാണ്. 800 മീറ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ്. ഉണ്ട്, അത് കാരണം കുഴപ്പമില്ല. അല്ല, സ്റ്റെപ്സിന്റെ അല്ല, ഈ ഒരു ബ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ടഫായനെ. കാരണം 1 കിലോമീറ്ററോളം ഈ കല്ലും മുള്ളും നടന്നൊക്കെ നമ്മളിങ്ങനെ പോകേണ്ടി വരുമായിരുന്നു. പക്ഷെ ഈ ബ്രിഡ്ജിൽ കൊണ്ടിട്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായി. നടക്കൂ നിങ്ങളൊക്കെ നടക്കൂ. പക്ഷെ ഞാൻ പിടിക്കണോ കൊച്ചിനെ? കുറച്ച് ടഫാണ്. പിന്നെ ചിലപ്പോൾ കൈമാറി കഴിഞ്ഞാൽ അവൻ എണീക്കും, അതുകൊണ്ടിട്ടാണ് പശു തരാത്തത്. ഓക്കെ, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഈ നടക്കാൻ ഈ ബ്രിഡ്ജിൽ കൊണ്ടിട്ട് ഭയങ്കര ഈസി ആയിട്ടുണ്ട്. അതെ, പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ്. വെള്ളം കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുലു സൈഗൊക്കെ വേറെ ലെവലാണ്. ബ്രൂ പറഞ്ഞാല് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? വെള്ളത്തിൽ കളിക്കാൻ.
നടയോ ഗൈസ്, ഞാൻ പറഞ്ഞ ആ 600 മീറ്റേഴ്സ് എത്തി. ഇനി 600 മീറ്റർ ഉണ്ട് നടക്കാൻ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതിലെ 1 കിലോമീറ്റർ നടക്കാനുള്ളത്. പക്ഷെ ഭാഗ്യം ഈ കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനത്തെ നല്ലൊരു വഴി തന്നെ അവര് സെറ്റ് ചെയ്തേക്കണ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അല്ല, അതൊരു ആശ്വാസമാണ്. ചിലവർക്ക് അതൊരു ആശ്വാസമാണ്. ആ, ഒന്ന് സൈഡ് ആയിക്കോളൂ, സൈഡ് ആയിക്കോളൂ. ഓക്കെ. അപ്പൊ എനിക്ക് വേണം എല്ലാരും വഴിമാറി തരാം. കറക്റ്റ്, നിനക്കാണ് വഴിമാറി തരേണ്ടത്. ഫോൺ വയ്ക്കൊക്കെ ഡസ്റ്റ്ബിനൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കയ്യിലൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കൈ പിടിക്കണ്ട, അവിടെ ഇടുക. അതായത് കാടാണെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് എന്നെ പിടിച്ചിരുത്തി. അതൊന്നുമില്ലടാ, ഇത് കണ്ട് പേടിയോ ഉമ്മിന്നും പറഞ്ഞിട്ട്. അത് മരത്തിലെന്തോ അതേപോലെ സംഭവം. എന്താണ് കാർസിമിയ സ്പീഷീസ് ബോയ്. ഗൈസ്, അങ്ങനെ വീണ്ടും അടുത്ത ബോർഡെത്തി. 400 മീറ്റർ എമറാൾഡ് പൂൾ. ഇനിയും നടക്കാനുണ്ട് 400 മീറ്റർ. നടന്ന് മഷുവിന് സ്പീഡായി. എല്ലാരും ഓവർടേക്ക് ചെയ്ത് 13, പിന്നെ 2. വേത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ക്രാബി എന്ന് പറയുമ്പോ മെയിൻ ആയിട്ട് എല്ലാരും ഇതിനു വേണ്ടിയൊക്കെയാണ് കൂടുതലും വന്നത്. അറിയണില്ല, അല്ലെങ്കിൽ പൊള്ളി പോവും. ഭയങ്കര ചൂടായിരുന്നു. വരും ഓടി വരും. നിങ്ങൾ സ്ലോ ആകല്ലേ, ഓടിയോ. ആണോ? അതാണ് കാലുകനൊക്കെ എടുക്കും. അതാണ് ട്രക്കിങ്ങിന് എന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞാ. ട്രക്കിങ്ങിന് പോണ പരിപാടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ വേണ്ട. ആ, ഒരു ടെമ്പിള്, കേവ് ടൈഗറൊക്കെ ഉണ്ട്. ടൈഗർ ടെമ്പിൾ. ആ, അത് നമ്മൾ ക്യാൻസൽ ചെയ്താ. കാരണം എല്ലാവർക്കും നടന്ന് ഉപ്പാട വേണ്ടെന്ന് വിചാരിച്ച്. ഇനി ഒരു 10-200 മീറ്ററും കൂടി ഉണ്ടാവുള്ളൂ. 1 കിലോമീറ്റർ. സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് എങ്ങോട്ട് പോണേ? വേർത്ത്. ഓ, വായിന്റെ ഉള്ളിലൊക്കെ വേർത്ത പോണം. ഉപ്പ്. അയ്യോ, എനിക്ക് ഉപ്പടായി ഗൈസ്. എബുന്റെ സോക്സ് ഉപ്പടായി ഗൈസ്. നമുക്ക് സറൗണ്ടിങ്സ് ഒക്കെ എത്താറായ. പഠിച്ചോനെ, ഫൈനലി എല്ലാ പൂളിലോട്ട് വന്ന സ്ഥിതിക്ക്. അയ്യോ, എങ്ങനെയുണ്ട്? അടുത്തുള്ളത് മതി. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പോര് ഗൈസ്. അങ്ങനെ നടന്ന് ഓൺ ദ വേ അടിപൊളി. വേ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഡിസ്നി വേൾഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആഹാ, ഫേരി വേൾഡ് പോലെ ഉണ്ട്. ഫേരി വേൾഡ് പോലെ ഉണ്ട് അല്ലേ? കൊള്ളാം, അടിപൊളി ട്ടാ. എത്തി നമ്മൾ. ഓ, അടിപൊളി. ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അവിടെ നിന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്.
നമ്മളെത്തി. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ എമറാൾഡ് പൂളിലെത്തി. അവരവിടെ റീൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ വന്നു നോക്കിയപ്പോൾ വിളിച്ചിട്ട് ഞങ്ങളങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. തൊട്ടപ്പുറത്ത് ബഹളമൊക്കെ കേൾക്കാം. അവിടെ ആൾക്കാർ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്ന ബഹളമൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കാം. എന്തോരം ആൾക്കാരാണിത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയധികം ആൾക്കാരുണ്ടാവും. മോനെ എന്തോരം ആൾക്കാരാന്നറിയോ. ഉള്ളാണ്ട് ആൾക്കാർ മൊത്തം ഉണ്ട്. നമ്മൾ ഈ വണ്ടർലയിലൊക്കെ പോയ പോലെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ. വാട്ടർ കളർ നോക്കി രക്ഷയില്ല. അടിപൊളി. ഇത് പക്ക ഒരു പൂള് തന്നെ. ഇല്ല, കുറച്ചുള്ളൂ. എങ്ങനെയാണ്? പൊളിയല്ലേ? ഒരുപാട് ആൾക്കാരല്ലേ? എല്ലാരും ഓടിക്കോ. അതേ പാമ്പ് സൂപ്പറായിട്ടുണ്ട്. ഇറങ്ങിയ സ്ഥിതി നോക്കണം. എന്താ ഇറങ്ങിക്കോ. ചാടിക്കോ. എന്തുപോലെ അതുണ്ട്. അതിവിടെ അപ്പുറം പോകുന്നു. ഇതും ഏതാണ്ട് കളർ കാണുമ്പോ ബ്ലൂ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഒരു എമറാൾഡ് കളറും ഉണ്ട്. പക്ഷെ ഒരു ബ്ലൂ ടച്ചും തോന്നിക്കുന്നുണ്ട്. എല്ലായിടത്തും ആൾക്കാരുണ്ടാവും. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ബേബി ഇറങ്ങാൻ പോണേനാ. ചൊറുപ്പൊക്കെ ഊരി ഒക്കെ ഉണ്ടല്ലോ. സോനു ഇറങ്ങല്ലേ? സോനു വെച്ചോ. സോനു വെച്ചോ ചെറുപ്പ്. ട്രെയിൻ കളിക്കണോ? ചാട്. എല്ലാരും തെറിപ്പിക്കും. ആണാ? എന്നാ പതുക്കെ ഇറങ്ങിക്കോ എല്ലാരും. കോൾഡാനാ? വെള്ളം കോൾഡാനാ നോർമലാ? വെള്ളം കോൾഡാനാ നോർമലാണോ? നോർമൽ. എങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ? ഈ സ്റ്റോണിലൊക്കെ നിറയല്ലേ പായലാണ്. ചെളിയൊന്നുമില്ല. ഈ ചരല് പോലെ മെറ്റില് പോലെ ചെളിയൊന്നുമില്ല. പക്ഷെ ഇവിടെ വരെ ഉണ്ട്. ചില സ്ഥലങ്ങളുണ്ട്. സൈഡ് തുടങ്ങിയ കാലിട്ട് തുടങ്ങിയിരുന്നാണ്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം നോക്കണേ. ചില സ്ഥലത്ത് കല്ലുണ്ട്. ചില സ്ഥലത്ത് കല്ലുണ്ട്. എപ്പുന് വെള്ളത്തിൽ പോണോ? എപ്പുന് വെള്ളത്തിൽ പോണോ? ആ എങ്ങോട്ട്? ആ വാ അങ്ങോട്ട് പോവാ. എപ്പുന് വെള്ളത്തിൽ പോണോ? ഡാഡക്കൊണ്ടോട്ടാ. വെള്ളത്തിൽ പോണ. വെള്ളത്തിൽ പോണ. ബേബിക്ക്
വെള്ളത്തിൽ പോണോ? ബേബിക്ക് വെള്ളത്തിൽ പോണോ? സെയിമാ, ഞാൻ പറഞ്ഞില്ല. ഓ വേർക്കണ നോക്കിയേ, ഒഴുകണ. എപ്പോ നോക്കിയേ, എപ്പോ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഉമ്മ അങ്ങനെ കാണിച്ച കാര്യല്ല. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണം. പിന്നല്ലാതെ ഞാൻ ഇറക്കാം. എപ്പോഴത്താ ഭൂമിയുടെ കാലിലിരിക്കും. ബാ ഉമ്മിയുടെ കാലിൽ നോക്കിയപ്പോ അതൊക്കെ പോയി. നല്ല രസമുണ്ടല്ലേ സാറ്? ആഹാ, ഇവിടെ വാ, ഇവിടെ വാ. പെട്ടാ ബേബി കേറാൻ? കേറണെങ്കിലേ നിറയെ കല്ലിലൊക്കെ ഫുള്ള് പായല. ചവിട്ടും തുടങ്ങി നീട്ടുണ്ട്. ഒരാള് അതെത്ര മീനെന്ന് പറഞ്ഞിട്ട് കൈ പിടി, വാ കൈ പിടിക്ക്, വാ. കല്ലുമ്മലിരിക്കണം. അവന് കല്ലുമ്മലിരിക്കാൻ പേടി, മടിയിലിരിക്കോളും. കല്ലുമ്മലിരിക്കണം. നോക്കിയ സൈവു ഇരിക്കി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. വെള്ളത്തിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ
ജമ്പ് ചെയ്യാൻ പാടില്ല. ജമ്പ് ചെയ്യാൻ ജമ്പീടെ സ്റ്റോൺ ആലിരിക്കും സൈക്കോ അത് ജമ്പ് ചെയ്യാം. കൈയും കാലൊക്കെ പൊട്ടും ജമ്പ് ചെയ്യുന്നു. നമുക്ക് ജമ്പ് ചെയ്യാൻ നോക്കാം. ഓ സൈഗു എന്ത് പെടുത്തൂർന്നറിയാം. ഇവിടെ തന്നെ നിൽക്കണേ. സൈഗു അവിടെ തന്നെ ഇരുന്നോ സൈഗു? കിടക്ക് ബേബി ബേബി കിടക്ക്. ഇവിടെ പിള്ളേരില്ലേ, ഇവിടെയൊക്കെ ഞാനൊക്കെ കിടന്നുണ്ട്. നമ്മുടെ കാലിലിരിക്കണോ? നമ്മുടെ കാലിലിരിക്കണോ? ഉമ്മിത്ത് വരണോ? ഉമ്മിത്ത് വരണോ? അപ്പൊ ആമ്പി ഒരു വേണ്ടത് അതിനെ വലിയ സൈഗോടെ ഇരുന്ന് സൈഗു ആ വാച്ചും കെട്ടി വന്നത്. ഞാനാ വാച്ചും കെട്ടി വന്നത്. അവിടെ വെക്കോ? സൈഗു ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കും. ഇവിടെ സൈഗിനോട് ഇരുത്തിയ സുനോട് സൈഗിനോട് ഇരുത്തിയ ബാബാ ഓരോ പണി കയറാൻ വേണ്ടി വാച്ചും കെട്ടിയൊക്കെ ഇറങ്ങിയത്. ഫോൺ അവിടെ ബാഗ് അവിടെ ഇരിക്കണം. പക്ഷേ ബാഗ് ഇരിക്കണം നേരെ ആ മരത്തിന്റെ അടിയിൽ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഒരു സീറ്റിംഗ് ചെയറിൽ കണ്ടായിരിക്കണം ബാഗ് നേരെ. സൈഗിനോട് കൊറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റൂല. അതന്നെ ലോക പെടുത്തൂറിയാണ് സുനു. അവിടെ തന്നെ ഇരിക്കുന്നേ. നിനക്ക് സമയം കിട്ടൂല കേട്ടോ. ഇവിടെ പെട്ടെന്ന് അടച്ചു പോകും. ഇരിക്കി താഴിട് കാലി. ഗൈസ് ഞാനൊന്ന് നോക്കട്ടെ അവന് ഇരുത്താൻ. ഇത് 3-4ാമത്തെ ട്രൈ ആണ് എന്റെ. ഞാൻ നോക്കാം. നാ രണ്ടുപേരെ കൈ പിടിക്കും. മഷുമിയുടെ കയ്യിലും പിടിക്കും. ആ ഇരിക്കി. ഗുഡ് ബോയ്. ഇരുന്നിറങ്ങുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറയണേ ഇരുന്നിറങ്ങ്. ആ നിന്നിറങ്ങി കഴിഞ്ഞാൽ കാല് തീറ്റി കഴിഞ്ഞാൽ ഒട്ട വീഴ്ച ചെയ്യും. ഇത് വലിയ പൂളാണ്. നോക്കി ഇറങ്ങണം. കൊച്ചു മുങ്ങി പോകരുത്. പക്ഷോ താഴ്ചയുണ്ട്. വാ സൈക്കിൾ ഇറങ്ങണം. വാ കൈപ്പിടി. എത്ര പ്രാവശ്യം പറയണം. സൈക്കിൾ ഭയങ്കര പേടിയാണ് സൈക്കിളിന്. വാ സൈക്കിൾ. ആഴ്ചയുണ്ട്. വാ ഇവിടെ ഇരുന്നോ. ഇവിടെ വന്നിരിക്കണ. ആ ഇരിക്കി. കാല് നീട്ട്. ആ ഇരിക്കി. കാല് നീട്ട്. വന്നേ കാല് നീട്ടിക്ക്. വന്നേ കൈ പിടിച്ച് കാണാൻ. കൈ പിടി. ഇറങ്ങിയിരിക്കും. അവിടെ ഇരുന്നോ. നല്ല ഡീപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങണ്ട. കൊച്ചിനായിട്ട് ഇറങ്ങണ്ട. നല്ല അത്യാവശ്യം അവിടെ താഴ്ച. എപ്പോഴും ഭയങ്കര ഇഷ്ടം. ഞാൻ ആക്ച്വലി അത്ര വാട്ടർ ഫാൻ അല്ല. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. സോനു സുനു സൈക്കും ഇപ്പൊ പേടിയല്ലേ. സോനു സുനു ഭയങ്കര ഇഷ്ടം. പക്ഷെ അവര് ഡബിൾ ആയി. എങ്ങനെയുണ്ട്? എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ പോണേ. അല്ല നീ ഇറങ്ങി. ഇനി നിനക്ക് ഇറങ്ങാം. ഇല്ല ഇറങ്ങിക്കോ.
സുനി എടുത്തോണ്ട് നടക്കും ബഷീര്. സൈഗു ഇറങ്ങി, സൈഗു അവരുടെ ഇറങ്ങി. സൈഗു അവിടെ ഇറങ്ങും. ദീദി പിടിക്കും, ദീദി. ഇല്ല, ദീദി പിടിക്കും, ദീദി. ആനം പിടിച്ചോ. തീറ്റി വീയും സൈഗു, തീറ്റി വീയും. ഇരിക്കവിടെ, ഇരിക്കി ഇരുന്ന് നടക്കാം കൊണ്ട്. ഇല്ല, മുതലേ ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട്? അവന് വേണ്ടിയാണ് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഈയിടെ പൂളിലൊക്കെ ഇറങ്ങാറില്ല. അവന് വേണ്ടിയാണ് കണ്ടില്ലേ? ഇനി കരയും, മുകളിൽ കയറുമ്പോ കരയും. മോളിൽ കയറുമ്പോ കരയോത്. സൈഗോക്കെ ഇല്ലേ? സൈഗോട് മീനുണ്ടാ? അതുണ്ടാ? ഇതല്ല സൈഗോന്റെ തന്നെ ഒരു അരമണിക്കൂറാവുമ്പോ സുനുമൊക്കെ പോയിട്ട് നടക്കണം ഉമ്മാന. എങ്ങനെയുണ്ട് ബേബി? പൊളി. എൻജോയ്. ബേബി, നമ്മൾ ഹോട്ടൽസിന്റെ പൂളിലൊക്കെ ഇറങ്ങണ പോലെ അല്ല. ഇത് നാച്ചുറൽ അല്ലേ? കിട്ടും. സുനു സ്വിം ചെയ്യാൻ നോക്കിയാടാ. സ്വിം ചെയ്യാൻ നോക്കി തല കുത്തി. ഭയങ്കര സ്ലിപ്പറിയാണ് അവിടെ ആയിട്ട് ആ കല്ലില്. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാരും ഇറങ്ങുമ്പോ ഇരുന്നിറങ്ങണം. നിന്നിറങ്ങിയ കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നടുവും തലയും. ഒരു നോർത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്ന ഒരു പെണ്ണ്. അപ്പൊ നേരെ നടന്നങ്ങോട്ട് ഇറങ്ങും, അട്ട വീഴ്ച. ഓ അയ്യോ, അടിച്ചു വീണ്. അതെ, ഉറപ്പാണ്. അതാ ഞാൻ പറഞ്ഞ ഇരുന്നിറങ്ങണമെന്ന് പറഞ്ഞത്. നിന്നിറങ്ങണത് സ്ലിപ്പറിയാണ്. വളരെ സാഹസികമായി ബേബി ഇവിടെ. ഹായ്. കൈപോയി. പിടി വലിയ മക്കള്. അല്ല, അതാണ് ഞാൻ ഓടി വന്നത്. അവസാനം രണ്ടും മുങ്ങി ചാവണ്ടല്ലോ. ഇറങ്ങി കഴിഞ്ഞു. എന്റെ കാലിടിച്ചു കൊണ്ടല്ലേ. ബേബി ആദ്യം കയറി എടുക്കണായിരുന്നു. നല്ല കോമഡി ഉണ്ടായത്. ഇനി ഒന്നൊന്നതിന്റെ പാർസലാക്ക്. ഒരെണ്ണത്തിന് പാർസലാക്കിനി.
ഗൈസ് നമുക്ക് കേറിട്ട് കാണാം, ഇത് കുറച്ച് ചടങ്ങ് പണിയാ. ഗൈസ് അങ്ങനെ നമ്മൾ എമറാൾഡ് പൂളിൽ നിന്ന് ഇറങ്ങി. ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ അടുത്തത് പോണത് എങ്ങോട്ടാണ്? ബ്ലൂ പൂളിലോട്ടാണ്. അവരൊക്കെ സാഹസികമായി അവിടെ നിന്ന് കേറി. എനിക്ക് സാഹസികമായി ഇപ്പൊ കേറാൻ പറ്റൂല, ഞാനൊരു അമ്മയായി പോയില്ല ഗൈസ്. അതുകൊണ്ട് ലോങ് വേ പിടിച്ചാലും കുഴപ്പമില്ല, സേഫ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു. എബു ഹാപ്പിയാണോ? ഹാപ്പിയാണോ എബു? അടുത്ത നമ്മൾ ബ്ലൂ പൂൾ. ഇവിടെ നിന്ന് ഒരു 600 meters ഉണ്ട്, അതായത് മോർ ദാൻ 1/2 kilometer. അപ്പൊ അങ്ങോട്ടും ഒന്ന് ചാടിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഗൈസ്. നല്ല വിശപ്പുണ്ട്, വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം വയറ്റിലോട്ട് ഇടാൻ. കണ്ടില്ലേ, ഇതുവരെ അവന് മതിയല്ല, ഞേ എന്നാക്കിക്കൊണ്ടിരിക്കുക. Yes. How's it, guys? Super. Yeah. 4:30 ആകുമ്പോ ഇത് ക്ലോസ് ആവും ആക്ച്വലി. ബേബി ചിലപ്പോ ബ്ലൂ പൂളും 4:30 ആകുമ്പോ ക്ലോസ് ആണെങ്കിലോ അങ്ങോട്ട് നടന്ന് വേസ്റ്റ് ആവോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ് പോയ വഴി തന്നെ തിരിച്ചു വന്നു, ബിക്കോസ് അത് 3:30 ക്ലോസ് ആണ്. തിരിച്ചു വന്നു ബിക്കോസ് അത് 3:30 ക്ലോസ് ആണ്. നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ എവിടെയാ പോണത്? ഹോട്ട് സ്പ്രിംഗ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് ഇന്നത്തെ ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു തകർത്ത് തിമിർത്തു. അതെ, നമ്മളിപ്പോ തിരിച്ച് 1 കിലോമീറ്റർ 200 മീറ്റർ നടന്നു. കുറച്ച് വട്ടംകറങ്ങിട്ട് നടന്ന് തിരിച്ച് എക്സൈറ്റ് കുറച്ച് കല്ലുമുള്ളുള്ള വഴിയായിരുന്നു. അങ്ങോട്ട് പോയത് നല്ല പാലമൊക്കെ ഇട്ട് നല്ല ആഡംബരമായിട്ടാണ് വിളിച്ചിട്ട് പോയത്. അതെ, അപ്പൊ നമ്മള് തിരിച്ച് നമ്മള് എൻട്രൻസിൽ തന്നെ എത്തി. ബോൺ വോയേജ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊണ്ട് അത് തന്നെ പിന്നെ പറയാം, അതായിരിക്കും നല്ലത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.